കേരള തീരത്ത് നാളെ വീണ്ടും ഉയർന്ന തിരമാല. ജാഗ്രതാ നിർദ്ദേശം. 9 ജില്ലകളിൽ മഴ സാധ്യത അറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് അറിയിപ്പ്. സെക്കൻഡിൽ 0.5 സെന്റിമീറ്ററിനും 20 സെന്റിമീറ്ററിനും ഇടയിൽ വേഗത മാറി വരുവാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പുണ്ട്. അതേസമയം നാളെ സംസ്ഥാനത്ത് 9 ജില്ലകളിൽ മഴ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് തിങ്കളാഴ്ച മഴ സാധ്യതയുള്ളത്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പുറക്കാട് വാഹനാപകടം. മരണം 3 സുദേവന്റെ ഭാര്യയും മരിച്ചു. ഇന്ന് രാവിലെ പുറക്കാട് നടന്ന വാഹനാപകടത്തിൽ മരണം 3 അപകടത്തിൽ മരിച്ച സുദേവന്റെ ഭാര്യ വിനീതയും മരിച്ചു. ഗുരുതരാവസ്ഥയിൽ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് രാത്രി 8:30 മരിച്ചത്. സുദേവും മകൻ ആദിയസ് ദേവും രാവിലെ മരിച്ചിരുന്നു. 3 പേരും ബൈക്കിൽ ക്ഷേത്ര ദർശനത്തിന് പോകവെ പുറക്കാട് ഭാഗത്ത് വെച്ചായിരുന്നു അപകടം നടന്നത്. മുന്നിൽ പോയ സൈക്കിളുകാരനെ ഇടിക്കാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചപ്പോൾ എതിരെ വന്ന ടോറസ് ലോറിയിൽ ഇടിച്ചായിരുന്നു അപകടം. സുദേവ് സംഭവ സ്ഥലത്ത് വെച്ചും ആദിദേവ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. ഗെയിം കളിക്കുന്നതിനിടെ നഷ്ടമായത് 2 ലക്ഷം. 18കാരൻ ജീവനൊടുക്കി. അമ്മയുടെ ഫോണിൽ ഗെയിം കളിക്കുന്നതിനിടെ സൈബർ തട്ടിപ്പിനിരയായി 2 ലക്ഷം രൂപ നഷ്ടപ്പെട്ട 18കാരൻ ജീവനൊടുക്കി. മുംബൈയിലെ നാലാസൊപാരയിലാണ് സംഭവം നടന്നത്. ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കെ വന്ന പോപ്പപ്പ് പരസ്യത്തിൽ വിദ്യാർത്ഥി അബദ്ധത്തിൽ ക്ലിക്ക് ചെയ്തു. ഇതിന് പിന്നാലെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുകയായിരുന്നു. അക്കൗണ്ടിൽ നിന്ന് പണം ഡെബിറ്റായെന്ന സന്ദേശം ഫോണിൽ വന്നതോടെ ഭയന്ന കുട്ടി വീട്ടിലുണ്ടായിരുന്ന കീടനാശിനി കുടിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പുറത്തുപോയ അമ്മ തിരികെ വന്നപ്പോൾ വായിൽ നിന്നും നുരയും പതയും വന്നു കിടക്കുന്ന വിദ്യാർത്ഥിയാണ് കണ്ടത്. ഉടൻ തന്നെ അയൽക്കാരുടെ സഹായത്തോടെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പണം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വിദ്യാർത്ഥിയുടെ മരണശേഷവും വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. ആത്മഹത്യയാണെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിവരം പുറത്തറിഞ്ഞത്. ഭീതി വിതച്ച് അജ്ഞാത ജീവി. ആടിനെ കൊന്ന് ഭക്ഷിച്ചു. ഇടുക്കിയിൽ ഇരട്ടയാറിൽ ഭീതി വിതച്ച് അജ്ഞാത ജീവി. നങ്കുത്തൊട്ടിയിൽ കൂട്ടിൽ കിടന്ന ആടിനെ അജ്ഞാത ജീവി കൊന്നു ഭക്ഷിച്ചു. ജീവിയെ കണ്ടെത്താൻ മേഖലയിൽ വനം വകുപ്പ് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. നങ്കുത്തൊട്ടി സ്വദേശി മാത്തുക്കുട്ടിയുടെ ആടിനെയാണ് അജ്ഞാത ജീവി കടിച്ചു കൊന്നത്. രാവിലെ ആടിനെ കറക്കുവാനായി എത്തിയപ്പോൾ ആടിനെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പ്രദേശവാസികൾ തിരച്ചിൽ നടത്തിയെങ്കിലും ആക്രമിച്ച ജീവിയെ കണ്ടെത്താനായില്ല. ഇതേസമയം മേഖലയിൽ ഇറങ്ങിയത് പൂച്ചപ്പുലിയാണെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. അജ്ഞാത ജീവിയെ കണ്ടെത്താൻ വനംവകുപ്പ് രാത്രികാല പെട്രോളിംഗ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CPM പ്രവർത്തകർ തമ്മിൽ കൂട്ടയടി. പിടിച്ചുമാറ്റാനെത്തിയ സെക്യൂരിറ്റിക്ക് പരിക്ക്. പുനലൂരിൽ CPM പ്രവർത്തകർ തമ്മിൽ കൂട്ടയടി. സംഭവത്തിൽ പ്രാദേശിക നേതാവിന് പരിക്കേറ്റിട്ടുണ്ട്. പുനലൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനും CPM പ്രാദേശിക നേതാവുമായ ബിനോയ് രാജനാണ് പരിക്കേറ്റത്. CPM പുനലൂർ മുൻ ഓഫീസ് സെക്രട്ടറിയാണ് ഇയാളെ മർദ്ദിച്ചത്. പരിക്കേറ്റവരെ കൊണ്ടുവന്ന താലൂക്ക് ആശുപത്രിയിൽ വെച്ചും പ്രവർത്തകർ തമ്മിലടിച്ചു. പിടിച്ചുമാറ്റാനെത്തിയ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മൂക്കിന് പരിക്കേറ്റു. CPM ഓഫീസ് സെക്രട്ടറി ആരോമലാണ് ജീവനക്കാരനെ മർദ്ദിച്ചത്. ആരോമൻ പുനലൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട്.